പാവം കുട്ടി കരഞ്ഞു തളർന്നുറങ്ങിപ്പോയി. എന്നാലും എൻ്റെ മകൻ എവിടെ പോയി ദൈവമേ, അവനെ കാത്തുകൊള്ളണേ. പിതാജി, പിതാജി. കേശവ് മോനെ, നീ നീ എവിടെയായിരുന്നടാ? അതെ പിതാജി, ഞാൻ തന്നെ. ഞാൻ നിന്റെ ഭാര്യയെ വിവരമറിയിക്കട്ടെ. നീ വന്നു എന്നറിഞ്ഞാൽ അവൾക്ക് വലിയ സന്തോഷമാകും. അവളോടിപ്പോൾ ഒന്നും പറയണ്ട. നമുക്കൊരിടം വരെ ഇപ്പോൾ പോകേണ്ടതുണ്ട്. അതിനായി പിതാജിയെ വിളിക്കാനാണ് ഞാൻ വന്നത്. എവിടേക്ക്? അതും ഈ അസമയത്ത്? എവിടേക്കാണെങ്കിലും നമുക്ക് നാളെ പോയാൽ പോരെ? അത് പറ്റില്ല, ഇപ്പോൾ തന്നെ പോകേണ്ടതുണ്ട്. ഞാൻ വിളിച്ചാൽ പിതാജി വരില്ലേ? ഞാൻ വരാം, പക്ഷേ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. എൻ്റെ കൂടെ വരുമ്പോൾ പിതാജിക്ക് എല്ലാം മനസ്സിലാകും. പിന്നെ ചൂട്ട് കത്തിക്കണ്ട, പുറത്ത് നിലാവുണ്ട്. ഞാൻ മുമ്പേ നടക്കാം, എൻ്റെ പുറകെ വാ. ആ ശരി. ഇതെന്തൊരതിശയം, മാനത്ത് ചന്ദ്രനില്ല, എന്നിട്ടും നല്ല നിലാവ്. കേശവ്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ആ കാട്ടിലേക്ക് തന്നെ. പക്ഷേ എന്തിനാണിപ്പോൾ അങ്ങോട്ട് പോകുന്നത്? പേടിക്കേണ്ട, ആവശ്യമുണ്ട് പിതാജി. ആ കുഞ്ഞുങ്ങളെങ്ങനെ അസ്ഥികുടങ്ങളായി എന്നറിയണ്ടേ? കറുത്തവാവ് ദിവസം രാത്രിയിലാണ് ഇതിന് ആരംഭം ഉണ്ടാവുന്നത്. എന്തിന്? എന്നാൽ കേശവ് ഒന്നും പറഞ്ഞില്ല. അവർ അങ്ങനെ കാട്ടിലൂടെ ഒരുപാട് ദൂരം പിന്നിട്ടു. കേശവ്, നീ പറഞ്ഞില്ലല്ലോ ആ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചതെന്ന്. ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാ കുട്ടികളുടെ ശവശരീരങ്ങൾ കണ്ടെടുത്ത സ്ഥലമല്ലേ? അതെ, അതിനു മുമ്പൊരു യാഥാർത്ഥ്യം സംഭവിച്ചു. ആ കുഞ്ഞുങ്ങൾക്ക് മുമ്പ് ഇവിടെ ശവശരീരമായത് ഞാനാണ്. കേശവ്, ഓടാൻ തുടങ്ങി. എൻ്റെ ഭഗവാൻ, രക്ഷിക്കണേ. വേണ്ട, വേണ്ട. ഓ മഹാകാളി. ബാബ, ഏതു ദുർശക്തിയാണ് ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞാലും അത്യധികം അപകടകരമായ ഒരു പ്രശ്നമാണ് നാം കാണുന്നത്. ഈ പശ്ചിമ വനങ്ങളിൽ ഒരു ചുടലക്കൂമൻ വന്ന് അധിവസിക്കുന്നുണ്ട്. ഇവിടെ നടന്ന തിരോധാനങ്ങൾക്കും ദുർമരണങ്ങൾക്കും ഹേതുവായത് അതാണ്. ഇതെവിടെ നിന്നാണ് ബാബ എത്തിയത്? കറുത്തവാവ് ദിവസം രാത്രിയിലാണ് വരവ്. പണ്ടുകാലങ്ങളിൽ നമ്മുടെ പൂർവികർ ശവം ദഹിപ്പിക്കാതെ ചുടലപ്പറമ്പുകളിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്യാറ്. അവിടെ നിന്നാണ് ഉത്ഭവം. പിന്നീട് പല നാടുകളിൽ സഞ്ചരിച്ച് ഉപദ്രവങ്ങൾ സൃഷ്ടിച്ച് ഒടുവിൽ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഉദ്ദേശം ആഹാരത്തിന് തന്നെ, അതെ, മനുഷ്യ മാംസത്തിന് വേണ്ടി. ഇതിൻ്റെ രൂപം കാഴ്ചയിൽ എങ്ങനെയാണ് ബാബ? അസാമാന്യ വലുപ്പമുള്ള, വലിയ ശരീരമുള്ള, കറുത്ത നീളൻ തൂവലുകളുള്ള ഒരു കൂമനാണിത്. ഇതിനെ ഒരു വ്യക്തി കണ്ടാൽ ആ കണ്ട മാത്രയിൽ വ്യക്തി മരണപ്പെടും. അത് കറുത്തവാവ് രാത്രിയിൽ നിന്നെ കണ്ടിരുന്നു രാഘവ്. അതിൻ്റെ ആദ്യത്തെ ഇരയാകേണ്ടിയിരുന്നത് നീയായിരുന്നു ബാബ. പക്ഷേ നിന്റെ മാതാജി പറഞ്ഞു തന്ന ഒരു മഹത്തായ നിർദ്ദേശമാണ് നിന്നെ തുണച്ചത്. തിരിഞ്ഞു നോക്കരുത്. പക്ഷേ ആ നിർദ്ദേശം തന്ന ആളെ തന്നെ മരണക്കിടക്കയിൽ നിന്ന് വിധി കൊണ്ടുപോയി. നിന്റെ മാതാജിയെ നിനക്ക് പകരമായി. അതെ, സത്യമാണ്. എന്നാൽ വിധിവിഹിതം അതായിരുന്നില്ല. ഇത് മരണത്തിൻ്റെ ദൂതൻ കൂടിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ബാബ, ഇതിനെ ഉന്മൂലനം ചെയ്യാൻ എന്തെങ്കിലും മാർഗം? ഗ്രാമീണർ ഭയത്തിലാണ്. ഇതിനെ ഉന്മൂലനം ചെയ്യാൻ കഴിയില്ല, പക്ഷെ പ്രതിരോധിക്കാൻ സാധിക്കും. ഇതിനും ദുർബലതകളുണ്ട്. ചുടലക്കൂമന് അഗ്നി ഭയമാണ്. അത് നമ്മുടെ അരികിൽ വരാതിരിക്കാൻ അതാണ് മാർഗം.
അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താൽ പിന്നെ അത് ഈ ദിക്ക് വിട്ട് എന്നേക്കുമായി പോയിക്കോളും. ബാബ രക്ഷിക്കണേ. ഏ അത് രാഘവിന്റെ ശബ്ദമാണല്ലോ. ബാബ ഇതെന്നെ കൊല്ലുന്നു, ഓടി വരണേ. എന്റെ കാളിമാത രാഘവ്, ഞാനിതാ വരുന്നു.